ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അർജുനോട് പറഞ്ഞു, അർജുന, കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മണ്യേവാധികാരസ്തി മാ ഫലേഷു ഫലേഷു കഥാചന. അല്ലെ? അതായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുനോട് പറയണം, നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാൽ അർഹതയുള്ളൂ. കർമ്മഫലങ്ങളില് അധികാരമുണ്ടെന്ന് കരുതരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ മാത്രമല്ല, കർമ്മഫലത്തിന് നീ കാരണമായി തീരരുത് എന്ന് പറഞ്ഞു. അതേസമയം കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ള ആ അലസതയിലും നീ കുടുങ്ങിപ്പോകരുത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അല്ല. മാ ഫലേഷു കഥാചന, അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് ഇതാണ്, നീ മാ കർമ്മഫല ഹേതുർഭൂ, കർമ്മഫലത്തിന് നീ ഹേതുവാവരുത്, കാരണമായി തീരരുത് എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം? അത് ഇത്രയേ ഉള്ളൂ. ഒന്ന്, നമ്മളുടെ മനസ്സിന് രണ്ട് സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കാം. എന്ന് പറഞ്ഞാൽ മനസ്സിന് രണ്ട് സ്ഥലങ്ങളിൽ എൻഗേജ്ഡ് ആവാം. ഏതാണെന്നറിയാമോ? ഒന്ന്, ഈശ്വരനിൽ എൻഗേജ്ഡ് ആവാം. മനസ്സിന് ഈശ്വരനിൽ എൻഗേജ്ഡ് ആവാം. പിന്നെ രണ്ടാമത്തത് മനസ്സിന് എൻഗേജ്ഡ് ആവാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് കർമ്മഫലമാണ്. കർമ്മഫലത്തിലും എൻഗേജ്ഡ് ആവും. ഈ രണ്ട് കാര്യങ്ങളിലാണ്. അപ്പൊ ഇതില് ഈശ്വരനെ ആശ്രയിച്ചാലാണോ സുഖവും ശാന്തിയും കിട്ടുക, അതോ കർമ്മഫലത്തെ ആശ്രയിക്കുമ്പോഴാണോ സുഖവും ശാന്തിയും കിട്ടുക? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് വേണ്ടത് അങ്ങേയറ്റത്തെ സുഖവും ശാന്തിയാണ് നമ്മൾക്ക് വേണ്ടത്. അത് ഈ രണ്ട് കാര്യങ്ങളിൽ ഏതിനെ ആശ്രയിച്ചാലാണ് നമ്മൾക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഈ കർമ്മത്തിനും കർമ്മഫലത്തിനും ഖേതുവായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവരുത് എന്നാണ് കൃഷ്ണൻ പറഞ്ഞത് അർജുനനോട്. അപ്പൊ അതിന് കാരണമായി തീരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കർമ്മത്തിനും കർമ്മഫലത്തിനും ഒരാള് കാരണമായി തീരുക? അത് ഇത്രയേ ഉള്ളൂ. ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത്, ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള തോന്നല് വരിക, കർത്താവ്. അതേപോലെ തന്നെ ഞാൻ ഫലം അനുഭവിക്കുന്നു എന്നുള്ള ഈ ചിന്തയാണ് ഇതിന് രണ്ടിനും കാരണം. കർമ്മത്തിനും കർമ്മഫലത്തിനും നമ്മൾ കാരണമാവാനുള്ള കാരണം ഇതാണ്. ഞാൻ കർമ്മം ചെയ്യും, ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ള തോന്നലുണ്ടാവുക, അതേപോലെ ഞാനാണ് കർമ്മഫലം അനുഭവിക്കുന്നത്. ഈ രണ്ട് ചിന്ത വരുമ്പോഴാണ് നമ്മൾ കർമ്മത്തിനും ഫലത്തിനും ഹേതുവായി മാറുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കർത്തൃത്വവും ഭോക്തൃത്വവും ഇത് രണ്ടും നമ്മളുടെ ഉള്ളില് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഫലമായിട്ട് വാസനകൾ ഉണ്ടാവും. എങ്ങനെയാണ് വാസനകൾ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഗദ്വേഷങ്ങൾ വരും. ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രാഗദ്വേഷങ്ങൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, ഫലം, അതിൻ്റെ റിസൾട്ട്, ഞാൻ ചെയ്ത ഒരു കാര്യത്തിന്റെ ഫലം അനുകൂലമായി കഴിഞ്ഞാൽ അതിനോട് രാഗം, അറ്റാച്ച്മെന്റ് വരും. ഇനി ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ, പ്രതികൂലമായി കഴിഞ്ഞാൽ അതിനോട് ദ്വേഷം. അപ്പൊ രാഗമുണ്ടായാലും ദ്വേഷമുണ്ടായാലും ഇത് രണ്ടും നമ്മളുടെ ഉള്ളിൽ കർമ്മവാസനകൾ ക്രിയേറ്റ് ചെയ്യും. പുതിയ കർമ്മവാസനകൾ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? യെസ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ രാഗദ്വേഷങ്ങൾ ഉണ്ടായത്? അത് ഞാൻ ചെയ്യുന്നത് കൊണ്ട്, ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പോ രാഗം എന്ന് പറഞ്ഞാൽ ചില കർമ്മങ്ങൾ എനിക്ക് ചെയ്യണം, അതിന്റെ ഫലം നേടി എനിക്ക് സുഖം അനുഭവിക്കണം. ഈ ചിന്തയാണ് രാഗം എന്ന് പറയുന്നത്. അതുപോലെ ചില കർമ്മങ്ങൾ എനിക്ക് ഒഴിവാക്കണം, അതിന്റെ ഫലം അനുഭവിച്ച് എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. ഈ ചിന്തയാണ് ദ്വേഷം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ഉള്ളില് ഉണ്ടാവുന്ന ഈ രാഗദ്വേഷങ്ങള്, അത് കാരണം ഉണ്ടാവുന്ന വാസനകള് കർമ്മവും ഫലവും വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കർമ്മവും ഫലവും ആവർത്തിക്കാനായിട്ട് ഇവിടെ വീണ്ടും വീണ്ടും നമ്മൾക്ക് ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ ഈ രാഗദ്വേഷങ്ങളാണ് കർമ്മവാസനകൾ ഉണ്ടാക്കുന്നത്. ഈ കർമ്മവാസനകള് നമ്മളെ വീണ്ടും വീണ്ടും ജന്മങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ അർജുനോട് നീ കർമ്മഫലത്തിന് കർമ്മഫല ഹേതുവായി തീരരുത് എന്ന് പറയാനുള്ള കാരണം ഇനി നീ ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലായോ? കാരണം അതിന് കർമ്മഫലങ്ങൾക്ക് കാരണമായി തീർന്നാൽ വീണ്ടും ഇവിടെ ജനിച്ചു വരണം അത് തീർക്കാനായിട്ട്. അതുകൊണ്ട് അർജുനനെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ. അപ്പോ എങ്ങനെയാണ് കർമ്മഫലത്തിന് നമ്മൾ കാരണമാവാതിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈശ്വര സ്മരണയോടുകൂടി, ഈശ്വര വിചാരത്തോടുകൂടി ഫലത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളില് അതിന്റെ ഫലത്തില് ഇച്ഛ വെക്കാതെ കർമ്മങ്ങൾ തന്നെ, ചെയ്യുന്ന കർമ്മം തന്നെ ഈശ്വരാരാധനയായിട്ട് കർമ്മം ചെയ്യണമെങ്കിൽ ആ കർമ്മഫലത്തിന് നമ്മൾ കാരണമാവില്ല എന്നാണ്. കർമ്മഫലത്തിന് കാരണമാവില്ല എന്ന് മാത്രമല്ല, ഉള്ള കർമ്മം നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ സത്യം എന്താന്ന് ബോധ്യം വന്ന് ഈ ജനിക്കുക മരിക്കുക തുടങ്ങിയ ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതിന് കാരണമാവും. മനസ്സിലാവാം? പിടികിട്ടിയോ? അപ്പൊ ഈശ്വരാർപ്പണമായിട്ടാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഈശ്വരന്റെ കർമ്മം ഈശ്വരാനുഗ്രഹത്തിനായിട്ട്, അല്ലെ? അതിന് അനുഗ്രഹത്തിനായിട്ടുള്ള ആഗ്രഹവും വേണ്ട, ഈശ്വരന് വേണ്ടി നമ്മൾ ഈശ്വര ആരാധനയായിട്ട് നമ്മൾ കണക്കാക്കുക. ചെയ്യുന്ന കർമ്മം തന്നെ ഒരു ഈശ്വരാരാധനയായിട്ട് കണക്കാക്കുക. അങ്ങനെയാവുമ്പോ അതിന്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ഇടവരില്ല. മാതേ സങ്കോസ്ഥ കർമ്മണി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോ നമ്മള് നേരത്തെ പറഞ്ഞു ഫലത്തിൽ ആഗ്രഹം വെക്കാതെ കർമ്മം ചെയ്യൂ എന്നാണ് പറയുന്നത്. ഫലത്തിൽ നീ ഇച്ഛ വെക്കരുത് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്തെങ്കിലും റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഫലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കണം എന്നാണോ അതിന്റെ അർത്ഥം? അതല്ല, ഫലത്തിൽ ഉപേക്ഷിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. കാരണം ഫലം എന്താവുന്നുള്ളത്, റിസൾട്ട് എന്താവുന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റില്ല. അത് അൺസേർട്ടൻ ആണ്, അല്ലെ? ശരിയല്ലേ? നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുന്നു, ഒരു കർമ്മം ചെയ്യുന്നു, അത് ഏത് രീതിയിൽ അവസാനിക്കും, അതിന്റെ റിസൾട്ട് എന്താവുന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നല്ല രീതിയിലായിരിക്കും അവസാനിക്കുക, ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും കാര്യങ്ങൾ നടക്കുക. അപ്പോ അതിന്റെ ആ ഫലത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്, അനിശ്ചിതമാണ്. അപ്പൊ ഈ അനിശ്ചിതമായ കർമ്മഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന്റെ അവസ്ഥ എന്താവും? മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല, മനസ്സ് സ്റ്റേബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് കർമ്മഫലത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അതിന്റെ സ്ഥാനത്ത് ഈശ്വരനെ ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. ഈശ്വര വിചാരം ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? ഈശ്വര വിചാരത്തോടുകൂടി കർമ്മം ചെയ്യൂ. ഫലത്തെ വിചാരിച്ചിട്ടല്ല കർമ്മം ചെയ്യേണ്ടത്, ഈശ്വര ചിന്ത ഉള്ളിൽ ഉറപ്പിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു കാര്യം മനസ്സിലാവാത്തതുകൊണ്ട് പലരും ചോദിക്കുന്നത്, ഫലത്തെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രതീക്ഷിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാ കർമ്മം ചെയ്യണമെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അല്ല, കാരണം നമ്മളൊരു കർമ്മം ചെയ്യുന്ന അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ. സാധാരണക്കാർ അങ്ങനെയാണല്ലോ, ആളുകൾ അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ, ശരിയല്ല? അപ്പൊ പ്രോഫിറ്റ് എന്നുള്ളൊരു ഫലം, അതിൽ നമ്മൾ ഇച്ഛ വെക്കുന്നുണ്ട്. അപ്പോ ഫലത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാ കർമ്മം ചെയ്യണ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അത് ഇതിന്റെ കാരണം അറിയാത്തതുകൊണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ വാദിക്കുമ്പോ ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കണം എന്താണെന്നറിയാമോ? നമ്മൾ ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്നതിനേക്കാൾ പ്രശ്നമാണ് ഈ രീതിയിൽ കർമ്മം ചെയ്യാതിരുന്നാൽ. കാരണം ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ ഒരു കർമ്മം ചെയ്യാനുള്ള വാസന ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് വിചാരിക്കുക. ആ വാസന, കർമ്മവാസനയുള്ള ആള് ആ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ വാസന നമ്മളുടെ ഉള്ളിൽ ലയിച്ചു ചേരും, അന്ധകരണത്തിൽ ലയിച്ചു ചേരാൻ ഇടവരും എന്നാണ് പറയുന്നത്. അപ്പൊ ആ കർമ്മവാസന അത് പുറത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്നില്ല. അത് ചെയ്ത് തീർക്കേണ്ട കർമ്മങ്ങളുണ്ട് നമ്മളുടെ ഉള്ളിൽ. ചില വാസനകള് ചിന്തകളായി വന്ന് അങ്ങനെ പോകും, നമ്മളത് ചെയ്യേണ്ടി വരില്ല. പക്ഷെ ശക്തമായ കർമ്മവാസനകളാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് നോക്കൂ. അപ്പൊ അത്തരം ഫലത്തിൽ ഇച്ഛ വെക്കാതെ കർമ്മം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ കർമ്മം ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുക എന്നറിയാമോ? ഈ കർമ്മവാസന നമ്മളുടെ ഉള്ളില് ലയിച്ചു ചേരും. അത് ലയിച്ചു ചേർന്നാൽ എന്താ സംഭവിക്കുക? തമോ ഗുണം വർദ്ധിക്കും നമ്മളുടെ ഉള്ളിൽ. തമോ ഗുണം വർദ്ധിക്കും. തമോ ഗുണം വർദ്ധിച്ചാൽ പിന്നെ ഒന്നും ചെയ്യില്ല, ആലസ്യത്തിൽ കുടുങ്ങും, കർമ്മം ചെയ്യാതിരിക്കും, പിന്നെ വേണ്ടാത്ത കാര്യം അനാചാരങ്ങളിൽ കുടുങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയാൽ എന്താ സംഭവിക്കുക? അത് ആ വ്യക്തിക്കും ദോഷമാണ്, സമൂഹത്തിനും ദോഷമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർമ്മം ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അകർമ്മണ്യതയിൽ നിനക്ക് സംഘം വരരുത് എന്ന് പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുന്നതിൽ നിനക്ക് താല്പര്യം വരരുത് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കർമ്മം ചെയ്തേ തീരൂ. 4 കാര്യങ്ങളാണ് നമ്മളുടെ കർമ്മമാർഗത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഭഗവാനോട് ഉപദേശിക്കുന്നത്. എന്തൊക്കെയാണ് 4 മാർഗങ്ങൾ? 1, കർമ്മം ചെയ്യണം, കർമ്മം ചെയ്തേ പറ്റൂ. ചെയ്യാനുള്ള കർമ്മം ചെയ്യാന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കർമ്മം ചെയ്യുമ്പോൾ
ആ കർമ്മഫലത്തെ കുറിച്ച് ചിന്തിക്കരുത്. കർമ്മഫലം എന്താവുന്നു എന്നുള്ളതിനെ കുറിച്ച് ആകാംക്ഷ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, കർമ്മവാസനകൾ നീ കൂട്ടിവെക്കരുത്. അതാണ് കർമ്മത്തിന് കാരണമാവരുത് എന്ന് പറഞ്ഞില്ലേ. കർമ്മത്തിനും ഫലത്തിനും കാരണമാവരുത് എന്ന് പറഞ്ഞു. അപ്പൊ കർമ്മവാസനകൾ ഉണ്ടാക്കരുത്, സഞ്ചയിച്ചു വെക്കരുത്. നാലാമത്തതോ, കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ താല്പര്യം ഉണ്ടാവരുത്, അകർമ്മണ്യതയിൽ താല്പര്യം വരരുത്. ഇതാണ് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിന്? നമ്മളുടെ കർമ്മമാർഗത്തെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് ആത്മാവിൽ എത്താനുള്ള ഉപായങ്ങൾ, ആത്മവാനാവാനുള്ള ഉപായങ്ങളാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. മനസ്സിലായോ? പിടികിട്ടിയോ? 1, ചെയ്യാനുള്ള കർമ്മം ചെയ്യണം. 2, കർമ്മം ചെയ്യുമ്പോൾ അതിൽ ഫലത്തിൽ ഇച്ഛ വയ്ക്കരുത്. 3-മത്തത്, കർമ്മവാസനകൾ ഉണ്ടാവരുത്. 4-മത്തത്, അകർമ്മണ്യതയിൽ സംഘം വരരുത്. ഈ 4 രീതിയിലാണ് മുന്നോട്ട് പോകാൻ അർജുനനെ ഉപദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കർമ്മമാർഗം ചെയ്യാനുള്ള കാര്യങ്ങള് ഈ രീതിയിൽ നല്ല വഴിക്ക് കൊണ്ടുവന്ന് ആത്മാവിൽ നിഷ്ഠ നേടാൻ, ആത്മവാനാകാനുള്ള ഒരു സാധനയാണ് യോഗബുദ്ധി അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി ആ യോഗബുദ്ധി എന്താണ്? നേരത്തെ പറഞ്ഞു, യോഗബുദ്ധിയെ കുറിച്ച് പറഞ്ഞു. അതിന് ഒന്നുകൂടി വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളത്. അടുത്ത ശ്ലോകത്തില്, 48-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട്. അത് ടീച്ചറെ ചൊല്ലിക്കോളൂ, കാരണം അവരുടെ നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് കേൾക്കില്ലേ ചിലപ്പോ. 48-ാമത്തെ. യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. അടുത്ത 48-ാമത്തെ ശ്ലോകം. ഇതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. ധനഞ്ജയ, അല്ലയോ അർജുന, അർജുനോട് പറഞ്ഞ സംഘം തെക്വ എന്നാണ് പറയുന്നത്. എങ്ങനെ കർമ്മം ചെയ്യണം? സംഘം തെക്വ, സംഘമില്ലാതെ, ഫലത്തിനോടുള്ള സംഘമില്ലാതെ. സിദ്ധ്യോ എന്ന് പറഞ്ഞാൽ നേട്ടത്തിലും നഷ്ടത്തിലും, ജയത്തിലും പരാജയത്തിലും നിർത്തണം. സമഭൂത്വ, മനസ്സിനെ സമനിലയിൽ നിർത്തണം. നേട്ടമായാലും നഷ്ടമായാലും മനസ്സിനെ സമനിലയിൽ നിർത്തുക. എന്നിട്ട് എങ്ങനെ ചെയ്യേണ്ട? യോഗസ്ഥനാവെന്ന് പറഞ്ഞാൽ ബ്രഹ്മനിഷ്ഠനായിട്ട്, ആത്മനിഷ്ഠനായിട്ട്, അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠനായിട്ട്. യോഗസ്ഥ കർമാണി ഗുരു, കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അവനവനിൽ സ്ഥിതി ചെയ്തുകൊണ്ട്, യോഗസ്ഥനായിക്കൊണ്ട്, ആത്മാവിൽ നിഷ്ഠ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിഷ്ഠ ചെയ്തുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കൂ. പിന്നെയോ സമത്വം യോഗ ഉച്യതേ. യോഗം എന്ന് പറയുന്നത് മനസ്സിന്റെ സമനിലയാണ്. യോഗം എന്ന് പറയുന്നത് സമത്വം യോഗ ഉച്യതേ. യോഗയുടെ ഒരു ഡെഫിനിഷൻ ആണ് അല്ലെ, സമത്വം യോഗ ഉച്യതേ. സമസ്ഥിതിയാണ് യോഗ എന്ന് പറയുന്നത്. യോഗം അല്ലെങ്കിൽ ആത്മനിഷ്ഠ എന്ന് പറയുന്നത് ഈ സമസ്ഥിതിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനൻ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്, എങ്ങനെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്, ഏത് രീതിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അല്ലയോ അർജുന, നീ ഫലത്തിനോടുള്ള അറ്റാച്ച്മെന്റ് എല്ലാം ഉപേക്ഷിച്ച്, ഫലചിന്ത കൂടാതെ, പരാജയമാണെങ്കിലും ജയമാണെങ്കിലും രണ്ടിലും മനസ്സിന്റെ സമനിലയിൽ നിർത്തണം. മനസ്സിനെ സമനിലയിൽ നിർത്തിയിട്ട് യോഗസ്ഥനായിക്കൊണ്ട്, ബ്രഹ്മനിഷ്ഠനായിക്കൊണ്ട്, അല്ലെങ്കിൽ ആത്മനിഷ്ഠനായിക്കൊണ്ട് നിനക്ക് ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്തോളൂ പറയണം. മനസ്സിലായോ? അപ്പൊ ഈ ആത്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന്റെ സമനിലയാണ് ആത്മനിഷ്ഠ അല്ലെങ്കിൽ യോഗം. അപ്പൊ മനസ്സിനെ സമനിലയിൽ നിർത്തിക്കൊണ്ട് നിനക്ക് നിന്റെ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞാൽ, നേട്ടമായാലും നഷ്ടമായാലും ജയമായാലും പരാജയമായാലും മനസ്സ് ചലിക്കരുത്. മനസ്സ് സമനിലയിൽ നിർത്തിയിട്ട് ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചോളൂ. അപ്പൊ പിന്നെ അതിന്റെ ദോഷമുണ്ടാവില്ല എന്നാണ് പറയുന്നത്. സമത്വം യോഗ ഉച്യതേ. സമസ്ഥിതിയാണ് യോഗം, മനസ്സിന്റെ സമസ്ഥിതി. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മനസ്സ് സമനിലയിൽ എത്തിക്കഴിഞ്ഞാൽ, സമസ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ബ്രഹ്മസ്വരൂപമായി മാറി മനസ്സ്. പിന്നെ അവിടെ മനസ്സില്ല യഥാർത്ഥത്തിൽ. അപ്പൊ മനസ്സ് എവിടെ നിലനിൽക്കുന്നത്? ഈ ചാഞ്ചാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സ്. അതാണ് മനസ്സ്. ചിന്തകള്, വികാരങ്ങള്, ആ ചാഞ്ചാട്ടത്തിനെയാണ് മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് സമസ്ഥിതിയിലായി കഴിഞ്ഞാൽ അതിന്റെ സോഴ്സിലെത്തി, ഉറവിടത്തിലെത്തി എന്നാണ് അർത്ഥം, ബ്രഹ്മത്തിലെത്തി എന്നാണ് അർത്ഥം. അപ്പൊ മനസ്സ് സാമ്യാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ബ്രഹ്മസ്വരൂപം കൈവരും എന്നാണ് പറയുന്നത്. ബ്രഹ്മസ്വരൂപമായി മാറും. ഇതാണ് അതിന്റെ നിയമം, അതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ ഭഗവാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടി പറയുന്നുണ്ട്.
പക്ഷേ ഈ സമസ്ഥിതി നേടാൻ എന്താ വേണ്ടത്? സമസ്ഥിതി നേടാൻ മനസ്സിന്റെ ഇനിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊക്കെ ഈ സമാധാനം വേണം, ഈ സമസ്ഥിതി നമുക്കൊക്കെ ആവശ്യമാണ്, അല്ലെ? മനസ്സ് പലപ്പോഴും ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചാടിക്കളിക്കുന്ന മനസ്സിനെ നമ്മൾക്ക് പിടിച്ചു കെട്ടണം, പിടിച്ചു നിർത്തണം, സമസ്ഥിതിയിലേക്ക് എത്തിക്കണം. അപ്പൊ ഈ സമസ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഒന്ന് മനസ്സിനൊരു ഫോക്കസ് കൊണ്ടുവരണം. മനസ്സിന് ഏകാഗ്രമാക്കാൻ എന്തെങ്കിലും ഒരു ആശ്രയം ആവശ്യമാണ്. എന്തിലെങ്കിലും മനസ്സ് ചെന്ന് പിടിക്കണം. അപ്പൊ എന്തിലെങ്കിലും ഒന്നിലും മനസ്സ് ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അതിൽ നിന്നോളും. ആ ഒരു സമസ്ഥിതി വരാനായിട്ട് പറ്റും, കൊണ്ടുവരാനായിട്ട് പറ്റും മനസ്സ്. അപ്പൊ ഇതിന് ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തവൃത്തികളേക്ക് നിരോധിക്കുക. അറിയില്ല, യോഗ ചിത്തവൃത്തി നിരോധ പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. അപ്പൊ ഈ സങ്കല്പങ്ങളെയൊക്കെ നിരോധിച്ച് ആ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കിയിട്ട് നിർഗുണോപാസന ശീലിക്കുക എന്നാണ് പറയുന്നത്. നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനൊരു രൂപമൊന്നുമില്ല, അല്ലെ? അത് നിർഗുണമാണ്, ശുദ്ധമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത്, ആ ചൈതന്യം എന്ന് പറയുന്നത് ശുദ്ധമാണ്, നിർഗുണമാണ്. അപ്പോ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ ഉപാസിക്കുക. നിർഗുണോപാസന എന്നാണ് അതിന് പറയുന്നത്. എന്ന് വെച്ചാൽ രൂപമൊന്നുമില്ലാത്ത എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം, അതിനെ ഉപാസിക്കുക, അതിനെ അനുസന്ധാനം ചെയ്യുക. അതെങ്ങനെ സാധിക്കും ചോദിച്ചാൽ മറ്റ് സങ്കല്പങ്ങളെയൊക്കെ അടക്കുമ്പോഴേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് നിർഗുണോപാസന എന്നാണ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട്. അത് നമുക്ക് പറ്റുന്നില്ല എന്ന് ചോദിക്കുക. അത് എല്ലാവർക്കും എളുപ്പമല്ല, അല്ലെ? കാരണം രൂപമില്ലാത്ത ഒന്നിനെ നമ്മൾക്ക് ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, സാധാരണക്കാരായ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ എന്താ ചെയ്യാം? ബ്രഹ്മത്തിനെയാണ് നമുക്ക് വേണ്ടത്, അതിനെയാണ് ലക്ഷ്യം, അതാണ് ബ്രഹ്മമാണ് നമുക്ക് ലക്ഷ്യം. അപ്പോ ആ ബ്രഹ്മവസ്തുവിന്റെ പ്രതീകമായിട്ട് ഏതെങ്കിലും ഒരു രൂപത്തെ നമ്മൾക്ക് അംഗീകരിക്കാം. അത് ഏതെങ്കിലും ഒരു ദേവതാ രൂപം നമുക്ക് അംഗീകരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള രൂപം, ഏത് ദേവതയും കുഴപ്പമില്ല. ആ ദേവതയെ ഇത് ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ട്, എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം, ആ അനന്തമായ ഈശ്വരൻ, അനന്തത, കോൺഷ്യസ്നസ്, അതിന്റെ പ്രതീകമായിട്ട് ഒരു ദേവന്റെയോ ദേവിയുടെയോ രൂപം നമ്മൾക്ക് ഇഷ്ടമുള്ള രൂപം, ആരുടെ ആയാലും കുഴപ്പമില്ല, അത് അംഗീകരിച്ച് അതിനെ ആരാധിക്കാം, അതിനെ ഉപാസിക്കാൻ അതിന് സഗുണോപാസന എന്നാണ് പറയുക. മനസ്സിലായ? സഗുണോപാസന പറഞ്ഞാൽ അവിടെ ഒരു രൂപമുണ്ട്, ഒരു മൂർത്തി ഉണ്ട്. ആ രൂപത്തിലൂടെ ആ ബ്രഹ്മചൈതന്യത്തെ ഉപാസിക്കുന്നതാണ് സഗുണോപാസന എന്ന് പറയുന്നത്. രൂപമില്ലാത്ത ആ ബ്രഹ്മത്തെ, അങ്ങനെ ശുദ്ധമായ ബ്രഹ്മത്തെ അതേപോലെ ഉപാസിക്കുന്നത് നിർഗുണോപാസന എന്ന് പറയും. അപ്പൊ നമ്മൾക്ക് ഇത് ഏതാണോ എളുപ്പം അത് നമുക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ഏത് രീതിയിലായാലും കുഴപ്പമില്ല. ഇപ്പൊ ഈശ്വരാരാധന എന്തിനാന്ന് മനസ്സിലായോ? അതും നമ്മൾക്ക് അതിലേക്ക് എത്തിക്കാനാണ് യഥാർത്ഥത്തിൽ. ആ ഒരു ചൈതന്യത്തിലേക്ക് എത്തിക്കാൻ, ബ്രഹ്മത്തിലേക്ക് എത്തിക്കാനാണ് ഈശ്വരാരാധനയൊക്കെ. ഏത് രൂപത്തിൽ നമുക്ക് ആരാധിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അങ്ങേറ്റത് ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വരനെ നേടലാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്, ഈശ്വരപ്രാപ്തിയാണ്. അതാണ് ജീവിതത്തിന്റെ പരമായ ലക്ഷ്യം. ഇത് ആദ്യം ഉറപ്പിക്കുക ഉള്ളിൽ. ഞാൻ ജനിച്ചിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ്, മനുഷ്യനായി ജനിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ആദ്യം അങ്ങോട്ട് ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് വേണം? നമ്മൾ നേരത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഈശ്വരന്റെ രൂപം, അത് ഉള്ളില് ധ്യാനിച്ചുറപ്പിക്കുക. ഈശ്വരന്റെ രൂപത്തെ ഉള്ളില് ധ്യാനിച്ചുറപ്പിക്കുക. എന്നിട്ട് ആ ഈശ്വരനെ ആരാധിക്കണം എന്നുള്ള രൂപത്തില് നമ്മൾ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? പിടികിട്ടിയോ? ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് നമ്മൾക്ക്. ഇപ്പൊ കൃഷ്ണനോടാണ് നമ്മൾക്ക് ഇഷ്ടമെങ്കിൽ കൃഷ്ണന്റെ രൂപം മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് ആ കൃഷ്ണനെ ആരാധിക്കുകയാണ്. എങ്ങനെ? ഞാൻ ഈ കർമ്മം ചെയ്യുന്നതിലൂടെ. അപ്പൊ രാവിലെ നമ്മള് ദോശ ചുടുകയാണെങ്കിൽ ഇത് ഭഗവാനെ ആരാധിക്കുകയാണ്, ദോശ ഉണ്ടാക്കുന്ന രൂപത്തില്, അല്ലെ? പാചകം ചെയ്യുന്ന എന്തുമാവാം, ഏത് കർമ്മവും ആവാം. കുടുംബം നോക്കലാവാം, മക്കളെ വളർത്തലാവാം, ജോലിക്ക് പോകലാവാം, എന്ത് കർമ്മവും ഈ രീതിയിൽ ചെയ്യാന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ കർമ്മത്തിലാണ് നമ്മൾ ശ്രദ്ധ വെക്കുന്നത്. കർമ്മഫലത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ പോകും. കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾ ബോധേഡാവില്ല. കർമ്മത്തിനാണ് അവിടെ പ്രാധാന്യം. മനസ്സിലായോ? അങ്ങനെ എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്ന് പറയുന്നത്, ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഇന്ന രൂപത്തിൽ വേണം, അത് ആ ഫലം ഉണ്ടായേ തീരുന്നുള്ള ചിന്ത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ടെൻഷനും ഉണ്ടാവില്ല. കാരണം ഞാനിത് ഈശ്വരനെ ആരാധിക്കുകയാണ്. അത് ഏത് രീതിയിലും ആവട്ടെ, അത് ഈശ്വരന്റെ ഇച്ഛ പോലെ നടക്കട്ടെ അതിന്റെ റിസൾട്ട്. ആ ഒരു ചിന്തയാണ് വരിക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് അറിയുമോ? ഫലം അനുകൂലമായാലും മനസ്സിന്റെ സമനില നഷ്ടപ്പെടില്ല, ഫലം എതിരായാലും പ്രതികൂലമായാലും മനസ്സിന്റെ സമസ്ഥിതി നഷ്ടപ്പെടില്ല എന്നാണ്. കാരണം അവിടെ ലക്ഷ്യം
എന്ന് മാത്രമല്ല, ഇനി ഈശ്വരനെ നേടുക എന്നുള്ള പരമമായ ലക്ഷ്യമുണ്ടല്ലോ, അതിനെ പോലും ചിന്തിക്കാതെ അതുപോലും ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നവരാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ മനസ്സിന്റെ സമനില ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുന്ന അവസ്ഥയാണ് യോഗം എന്ന് പറയുന്നത്. യോഗസ്ഥാണ് യോഗസ്ഥ കുരുകർമാണി, മനസ്സിനെ സമനിലയിൽ നിർത്തിക്കൊണ്ട് ബ്രഹ്മനിഷ്ഠനായിക്കൊണ്ട്. അപ്പൊ മനസ്സിന്റെ ആ സമനില തന്നെയാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. മനസ്സ് സമനിലയിൽ എത്തിക്കഴിഞ്ഞാൽ ബ്രഹ്മനിഷ്ഠനായി അല്ലെങ്കിൽ ആത്മനിഷ്ഠനായി. അപ്പൊ ഈ സമനില സമസ്ഥിതി അഭ്യസിച്ചുകൊണ്ട് കർമ്മമാർഗത്തിൽ ഇനി മുന്നോട്ട് നീങ്ങൂ എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. മനസ്സിലായോ? ഇത് നമ്മൾക്കൊക്കെ ഉള്ള ഉപദേശം, നമുക്ക് എല്ലാവർക്കും ഉള്ള ഉപദേശമാണ്. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് കർമ്മം ചെയ്യുന്നെങ്കിൽ പിന്നെ ആ കർമ്മം കർമ്മത്തിന്റെ ദോഷം നമ്മളെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, പുതിയ കർമ്മങ്ങൾ ഉണ്ടാവില്ല. ഈ അവശേഷിക്കുന്ന കർമ്മം അങ്ങനെ കർമ്മം ചെയ്യുന്നതിലൂടെ ഇല്ലാതായി കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? ഉള്ളിലുള്ള കർമ്മവാസനകൾ നീങ്ങിപ്പോകാനുള്ള ഒരു മാർഗമാണ്. നേരെ മറിച്ച് കർമ്മഫലത്തിൽ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിലോ പുതിയ കർമ്മവാസനകൾ ഉണ്ടാവും. അത് അടുത്ത ജന്മത്തിലേക്ക് വഴിവെക്കും. ഇങ്ങനെയാണ് കുറെ ജന്മങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ ജന്മത്തിൽ എത്തിയിരിക്കണം. മനസ്സിലായി? ഈ ഒരു മനുഷ്യ ജന്മത്തിൽ എത്തിയിരിക്കണം. അപ്പൊ ഈ മനുഷ്യജന്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമായതാണ് മനുഷ്യജന്മം. അപ്പൊ ഈ മനുഷ്യജന്മത്തിൽ ഇരുന്നു കൊണ്ട്, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് ഇതൊന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ അല്ലെ? അതുകൊണ്ടാണ് ഗുരുജി പറഞ്ഞത് ഈ മനുഷ്യ ശരീരം എന്നതൊരു വാഷിംഗ് മെഷീൻ പോലെയാണ് അല്ലെ? കേട്ടില്ലേ അത്? വാഷിംഗ് മെഷീനിൽ എന്താണ് ജോലി? വാഷിംഗ് മെഷീനിൽ നമ്മള് അഴുക്ക് പുരണ്ട വസ്ത്രം വാഷിംഗ് മെഷീനിൽ ഇടണോ, വെള്ളം ഒഴിക്കണോ, കുറച്ച് സോപ്പ് പൗഡർ ഇടണോ, മെഷീൻ ഓൺ ചെയ്യണോ, കുറെ കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോ വസ്ത്രത്തിൽ അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഇതേപോലെ ഈ ശരീരമാകുന്ന വാഷിംഗ് മെഷീനിൽ നമ്മളുടെ മനസ്സാകുന്ന വസ്ത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്തിനാ? അതിനെ വൃത്തിയാക്കാൻ, അതിലെ മാലിന്യങ്ങൾ, അഴുക്ക് നീക്കം ചെയ്യാൻ. ഈ അഴുക്കാണ് നമ്മൾക്ക് വീണ്ടും ജന്മങ്ങളെ തരുന്നത്. അതാണ് വാസന എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ സോപ്പ് പൊടി ഏതാ ഉപയോഗിക്കുക? അതാണ് നോളേജ്, ജ്ഞാനമാകുന്ന ഡിറ്റർജന്റ്. അപ്പൊ ജ്ഞാനമാകുന്ന ഡിറ്റർജന്റ് ഉപയോഗിച്ച് മനസ്സാകുന്ന വസ്ത്രത്തെ ശരീരമാകുന്ന വാഷിംഗ് മെഷീനിൽ കഴുകി വെളുപ്പിക്കാനാണ് നമ്മൾ വന്നിരിക്കണ ഈ മനുഷ്യ ശരീരത്തിൽ. മനസ്സിലായോ? പക്ഷെ അത് അറിയാത്തതുകൊണ്ട് നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ വസ്ത്രത്തില് വീണ്ടും വീണ്ടും മാലിന്യങ്ങൾ കുത്തി നിറയ്ക്കുക, അഴുക്ക് വീണ്ടും വീണ്ടും നിറച്ചുകൊണ്ടിരിക്കുക, അറിയാത്തതുകൊണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനെ കഴുകി വെളുപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോ ഭഗവാന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് എന്ന് പറഞ്ഞാൽ ഈശ്വര ബുദ്ധിയോടുകൂടി അല്ലാതെ, ഈശ്വരാർപ്പണമായിട്ടല്ലാതെ ഫലത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മം ഒരിക്കലും ജീവിതത്തെ ധന്യമാക്കില്ല എന്നാണ് ഭഗവാൻ തുടർന്ന് പറയുന്നതാണ്. അടുത്ത ശ്ലോകത്തില് പറയുന്നതാണ്. അതുകൂടി നമുക്ക് നോക്കാം. 49ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. ദൂരേണ ഹെവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഃ ഫലഹേതവഃ. അടുത്തതില് 49ാമത്തെ ശ്ലോകം. ദൂരേണ ഹെവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണ ഫലഹേതവഃ. ധനഞ്ജയ, അല്ലയോ അർജുന, ബുദ്ധിയോഗാ ദൂരേണ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ഈശ്വരനെ നേടണം, ഈശ്വരപ്രാപ്തി, അത് പരമലക്ഷ്യമായിട്ട് അംഗീകരിക്കാതെ ചെയ്യുന്ന കർമ്മം അവരം എന്ന് പറഞ്ഞാൽ നികൃഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഈശ്വരാർപ്പണമായിട്ടല്ല, അല്ലെങ്കിൽ ഈശ്വരനെ നേടാൻ, ഈശ്വര സാക്ഷാത്കാരത്തിനല്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളൊക്കെ നികൃഷ്ടമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ എന്ത് വേണം? ബുദ്ധൗ ശരണമന്വിച്ച, ബുദ്ധൗ എന്ന് പറഞ്ഞാൽ ഈശ്വര ബുദ്ധിയിൽ ശരണമന്വിച്ച അഭയം തേടൂ എന്നാണ് പറയുന്നത്. ഫലഹേതവ കൃപണ, ഫലത്തിന് വേണ്ടി, ഫലം അനുഭവിക്കാനായിട്ട് കാരണമായി തീരുന്നവര് കൃപണ എന്ന് പറഞ്ഞാൽ അനുകമ്പാർഹരാണ്. അവരെ കണ്ട അനുകമ്പ തോന്നണം എന്നാണ്, കാരുണ്യം തോന്നണം എന്നാണ് പറയുന്നത്. അവരുടെ അവസ്ഥ അത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അർജുനോട് പറഞ്ഞ, അല്ലയോ അർജുന, ബുദ്ധി കൊണ്ട് ഈശ്വരപ്രാപ്തിയാണ് പരമമായ ലക്ഷ്യം എന്ന് അംഗീകരിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങള് അത് നികൃഷ്ടമാണ്. എത്ര വലിയ കർമ്മമായാലും അത് നികൃഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഈശ്വര ബുദ്ധിയിൽ നീ അഭയം പ്രാപിക്കൂ. ഇനി ഫലത്തിന് കാരണമായിട്ട് ഭവിക്കുന്നവര് അനുകമ്പാർഹരാണ് എന്നാണ് പറയുന്നത്. അവരം കർമ്മം,
എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രാപ്തിയെ ലക്ഷ്യമായിട്ട് കരുതാത്ത കർമ്മങ്ങളൊക്കെ നികൃഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ ലക്ഷ്യം ഈശ്വരനെ നേടലായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈശ്വരൻ എന്നുള്ള ഒരു ലക്ഷ്യം വിട്ടുകളഞ്ഞാൽ, തള്ളിക്കളഞ്ഞാൽ പിന്നെ നമ്മൾ ലക്ഷ്യം വെക്കുക കർമ്മഫലത്തിലേക്കാണ് ലക്ഷ്യം വെക്കുക. നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് സ്ഥലങ്ങളിലെ മനസ്സിന് എൻഗേജ്ഡ് ആവാണല്ലോ, ഒന്ന് ഈശ്വരനും പിന്നൊന്ന് കർമ്മഫലത്തിൽ. അപ്പൊ ഈശ്വരനെ ലക്ഷ്യം വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മളുടെ ബുദ്ധി കർമ്മഫലത്തിലായിരിക്കും ലക്ഷ്യം വെക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞു കർമ്മഫലം അൺസേർട്ടൺ ആണ്, അനിശ്ചിതമാണ്, അത് ഇന്ന രീതിയിൽ വരുന്ന ആർക്കും പറയാനൊരു പറ്റില്ല. പിന്നെ മാത്രമല്ല, ഒരു കർമ്മം നമ്മൾ ചെയ്തു, അതിന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ ലക്ഷ്യങ്ങൾ വരും അല്ലെ, വേറെയും കർമ്മം ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും, കാരണം രാഗം വന്നു അതിനോട്. പിന്നെ മാത്രമല്ല, നമ്മൾ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാലും അതിനെ ശരിയായ രീതിയിൽ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റിക്കോളണമെന്നില്ല, നമ്മുടെ സാഹചര്യം ചിലപ്പോൾ അങ്ങനെയായി വന്നു എന്ന് വരാം. പിന്നെ മാത്രമല്ല, പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ അതിന് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഭൗതിക തലത്തിലുള്ള ലക്ഷ്യങ്ങളാണെങ്കിൽ, ഈശ്വരനാണ് ലക്ഷ്യമെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഭൗതിക തലത്തിലാണ് നമ്മൾ ലക്ഷ്യങ്ങൾ വെക്കുന്നത്, അങ്ങനെയുള്ള ഭൗതിക ലക്ഷ്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാലും അതുകൊണ്ടൊന്നും ഒരിക്കലും ജീവിതം ധന്യമാവില്ല, ആശ്വാസന്റെ സമാധാനം പോലും കിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ചുറ്റുപാട് അല്ലെ. ജീവിതത്തില് ഭൗതിക തലത്തില് ലക്ഷ്യമെല്ലാം നേടിയവർക്കും ഒരു മനസ്സമാധാനം ഇല്ല അവസാനമാകുമ്പോഴേക്കും. കാരണം അവസാനമാകുമ്പോഴേക്കും മനസ്സ് വാസനകൾ കുടുങ്ങി ആകെ വട്ടം കറങ്ങാനായിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് അപ്പോഴേക്ക് പ്രായമാവും, അപ്പോഴേക്കും നമ്മള് കഷ്ടപ്പെട്ട് നേടിയതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകേണ്ട അവസ്ഥ വരും അല്ലെ, പോവാനുള്ള സമയമായി. അപ്പൊ പിന്നെ അത് അതിനേക്കാൾ ദുഃഖമയമാണ്. കാരണം ഇത് സമ്പാദിച്ചതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോണ്ടി വരില്ലേ അല്ലെ. ഗുരുജി തന്നെ ഒരു കഥ പറയാറുണ്ടല്ലോ, ഒരു ബിസിനസ്സുകാരൻ വളരെ ധനികനാണ്, അദ്ദേഹത്തിന് അസുഖമാണ്, ഡോക്ടേഴ്സ് വിധി എഴുതി ഇനി ഇയാൾ രക്ഷപ്പെടില്ല, മരിക്കാൻ പോവാണ്. അപ്പൊ ഇയാളോടും പറഞ്ഞു മരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നപ്പോ ചോദിച്ചു, എന്തിനങ്ങനെ ഇയാൾ അങ്ങനെ ദുഃഖിച്ചിരിക്കുക, വിഷമിച്ചിരിക്കുക? അപ്പൊ സുഹൃത്ത് ചോദിച്ചു, എന്തിനങ്ങനെ വിഷമിക്കണം, മരണം എന്ന് പറയുന്നത് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, മരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെയൊക്കെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത്രേ, മരിക്കുന്നൊന്നുമല്ല എന്റെ പ്രശ്നം, മരണമൊന്നും എനിക്ക് വിഷയമല്ല. കാരണം എന്റെ വിഷമം എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുഴുവൻ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ ഒന്നിനും കൊള്ളാത്ത മകനും എന്റെ ഭാര്യയും കൂടി അത് നശിപ്പിച്ചു കളയും, അതാണ് എന്റെ വിഷമം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ സുഹൃത്ത് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു ജ്യോത്സ്യരുണ്ട്, ഭാവി പ്രവചിക്കാൻ കഴിയുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന് ഒരു പരിഹാരം പറഞ്ഞു തരുന്നു. എന്നിട്ട് അദ്ദേഹത്തിനെ വരുത്തിയതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് അടുത്ത ജന്മത്തില് നിങ്ങൾ ഇന്ന സ്ഥലത്തിൽ ഇന്ന പേരിൽ ജനിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഉടനെ അദ്ദേഹം ആ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി പൈസ അതിലിട്ടു എന്നാണ് കഥ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യേണ്ടി വരും. ഈശ്വരനെ അല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കഷ്ടപ്പാടൊന്നും അനുഭവിക്കാതിരിക്കാനാണ് ഈശ്വരനെ ലക്ഷ്യം വെക്കൂ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഈശ്വരനെ അല്ലാതെ ഫലത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം നികൃഷ്ടമാണ് എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം ഇത്തരം കഷ്ടപ്പാട് ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ എന്ത് വേണം? ബുദ്ധൗ ശരണമന്വിച്ച. അതുകൊണ്ട് ജീവിതം ധന്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് എപ്പോഴും ആ ഈശ്വരനിലായിരിക്കണം ബുദ്ധി അർപ്പിക്കേണ്ടത് എന്നാണ്. അതാണ് ബുദ്ധൗ ശരണമന്വിച്ച. ഈശ്വര ബുദ്ധിയിൽ അഭയം പ്രാപിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എവിടെ? എല്ലാവരുടെയും ഉള്ളിൽ, നമ്മളുടെ ഉള്ളിൽ തന്നെ ആത്മാവിന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഈശ്വരൻ തന്നെയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ആ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നവർക്ക് അദ്ദേഹം പ്രസന്നനാവുന്നതാണ് വരുന്നത്. എന്ന് മാത്രമല്ല, പിന്നെ നമുക്ക് ജീവിതത്തിൽ അങ്ങേയറ്റം ശാന്തിയും ഉണ്ടാവും. അപ്പൊ കർമ്മഫലം എന്ത് തന്നെയായാലും അത് ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുക്കും. അത് ഈശ്വരന്റെ ഇച്ഛയാണെന്ന് കരുതി സമാധിക്കാൻ വിട്ടുകൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വരനെ നേടലാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്. അത് ഉള്ളിൽ ഉറപ്പിക്കുക. എന്നിട്ട് ഒരു മടിയും കൂടാതെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. അതിനാണ് ഈശ്വര ബുദ്ധിയിൽ അഭയം തേടുക എന്ന് പറഞ്ഞാലതാണ്. മനസ്സിലായോ? അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ശ്രദ്ധ ഈശ്വരനിലായിരിക്കണം. ഹേതവ കൃപണ എന്നാണ്. ഇനി കർമ്മഫലത്തിന് കാരണമായി തീരുന്നവര്, അവരോട് അനുകമ്പ തോന്നണം. അവര് അനുകമ്പയ്ക്ക് അർഹരാണ് അവര് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? അവര് ഈ കർമ്മം ചെയ്ത്
ആ ഫലം അനുഭവിക്കുന്ന ആ സമയത്ത് തന്നെ അവർക്ക് പ്രത്യേകിച്ച് സുഖവും ശാന്തിയും ഒന്നും കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ. കാരണം ഇനിയിപ്പോ ഈ തൽക്കാലത്ത് ഈ ശരീരം ഉപേക്ഷിച്ചാൽ തന്നെ അവരുടെ ഉള്ളില് നല്ല വാസനകളായിട്ടും ചീത്ത വാസനകളായിട്ട് ഉള്ളില് ഈ പുണ്യപാപങ്ങളൊക്കെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പുണ്യപാപങ്ങൾ അനുഭവിക്കാനായിട്ട് വീണ്ടും വീണ്ടും പുതിയ ശരീരങ്ങളിൽ അവർക്ക് ജനിക്കേണ്ടി വരും, സ്വീകരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വീണ്ടും വീണ്ടും ഓരോ ശരീരത്തിൽ മാറി മാറി ജനിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് അനുകമ്പ തോന്നണം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകളോട്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, അവരറിയാത്തത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് വരുന്നത്. അപ്പോ നിരന്തരമായ ആ ഈശ്വര ബുദ്ധിയില് മനസ്സർപ്പിക്കൂ, ഈശ്വര ബുദ്ധിയിൽ അഭയം തേടൂ, എന്നിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുക? ആധ്യാത്മികമായ ജീവിത ലക്ഷ്യം അവർക്ക് നിറവേറും, ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങളും അവർ രണ്ടും നടക്കും എന്നാണ് പറയുന്നത്. അവ രണ്ടും നേടി അവരുടെ ജീവിതം ധന്യമാവുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം, എങ്ങനെയാണെന്നുള്ളത് നാളെ നോക്കാം. യെസ്, കണ്ണുകൾ അടച്ചു വെക്കാം. എല്ലാവരും സേവ ചെയ്യണം അല്ലെ? ഭഗവാന്റെ ഇതൊക്കെ ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും സേവ ചെയ്യണം. നമ്മൾ അടുത്ത നമ്മൾ മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ നമ്മൾക്ക് നിർബന്ധമായിട്ട് സേവ ചെയ്യാൻ പറയല്ല. അത് ശ്രീശിയോഗ ക്ലാസ് ആണ്. അടുത്ത ക്ലാസ് നമ്മൾ ഈ മാസം മെയ് 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ഇന്നിപ്പോ 10-ാം തീയതിയായി. 20-ാം തീയതിയാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ച് 18-ാം തീയതി കഴിയും. ഇപ്പൊ നടക്കുന്നുണ്ട്, 18-ാം തീയതി തീരും. അപ്പൊ 20-ാം തീയതിത്തെ കോഴ്സിന് എല്ലാവരും സേവ ചെയ്യണം. ഓക്കെ, റൈറ്റ്. എന്റെ ലിങ്ക് ഒക്കെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത, ശാന്തത, അതിൽ വിശ്രമിക്കും. ഓം സം സമിദ്യുപസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോവശൂന്യാഭരാ സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും